IS കേന്ദ്രങ്ങളിലെ US ആക്രമണം സിറിയൻ സർക്കാരിന്റെ പിന്തുണയോടെ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെക്കൻ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കേന്ദ്രങ്ങളിൽ US സേന ആക്രമണം നടത്തിയത് സിറിയൻ സർക്കാരിന്റെ പിന്തുണയോടെ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആക്രമണത്തിൽ പങ്കെടുത്തെന്ന് ജോർദാനും സ്ഥിരീകരിക്കുകയും ചെയ്തു. ISന്റെ 70 കേന്ദ്രങ്ങൾ നടത്തിയ വ്യോമ കരയാക്രമണങ്ങളിൽ ഒട്ടേറെ ശത്രുക്കളെ വധിച്ചെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അറിയിച്ചു. ISനെതിരായ ആക്രമണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച പൽമീറയിൽ IS ആക്രമണത്തിൽ 2 US സൈനികരും ഒരു സഹായിയും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു നടപടി. സിറിയയിൽ 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ബഷാർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ച് അഹമ്മദ് അഷ്റായുടെ നേതൃത്വത്തിൽ പുതിയ ഭരണ നേതൃത്വമുണ്ടായത്. ISനെതിരായ പോരാട്ടത്തിൽ USുമായി സഹകരിക്കുന്ന അഷ്റ കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിലെത്തി US പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം സിറിയയിലെ പാൽമീറ നഗരത്തിൽ 2 US സൈനികരും ഒരു വ്യാഖ്യാതാവും കൊല്ലപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സൈന്യം സിറിയയിലെ IS ഗുണ്ടകളെ ആക്രമിച്ചുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം നോർത്ത് കരോലിനയിലെ റോക്കി മൗണ്ടിൽ നടത്തിയ പ്രസംഗത്തിൽ കഴിഞ്ഞയാഴ്ച നമ്മുടെ 3 മഹാന്മാരായ ദേശസ്നേഹികളെ കൊന്ന തീവ്രവാദികൾക്കെതിരെ ഒരു വലിയ ആക്രമണം നടത്താൻ ഉത്തരവിട്ടുവെന്നും ട്രംപ് പറഞ്ഞു. അത് വളരെ വിജയകരമായിരുന്നു, അത് കൃത്യതയുള്ളതായിരുന്നുവെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കുറ്റമറ്റ രീതിയിൽ ആക്രമണം നടത്തി. ലോകമെമ്പാടും ശക്തിയിലൂടെ സമാധാനം പുനഃസ്ഥാപിച്ചു വരികയാണ്. തെക്കൻ സിറിയയിലെ ഓപ്പറേഷന്റെ ഭാഗമായി ജോർദാന്റെ വ്യോമസേനയും ആക്രമണം നടത്തിയതായി സൈന്യം ശനിയാഴ്ച സ്ഥിരീകരിച്ചു. കിഴക്കൻ സിറിയയിലെ ദേർ അസ്-സോർ പ്രവിശ്യയിൽ ISIലെ കുറഞ്ഞത് 5 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ തലവൻ റാമി അബ്ദുൾ റഹ്മാൻ AFP വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ പ്രദേശത്തെ ഡ്രോണുകൾക്ക് ഉത്തരവാദിയായ ഒരു സെല്ലിന്റെ നേതാവും ഉൾപ്പെടുന്നു. ഹോംസ്, ദെയ്ർ അസ്-സോർ, റാഖ പ്രവിശ്യകൾ ഉൾപ്പെടെ സിറിയയിലെ വിശാലമായ ബാദിയ മരുഭൂമിയിലെ ISIL കേന്ദ്രങ്ങളെയാണ് US ലക്ഷ്യമിട്ടതെന്നും കരസേനാ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും സിറിയൻ സുരക്ഷാ വൃത്തങ്ങൾ AFPയോട് പറഞ്ഞു. 2024 അവസാനത്തോടെ ബഷാർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം രൂപീകരിച്ച സിറിയൻ സർക്കാർ US സൈനിക നടപടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകം എഴുതി. സിറിയയുടെ വിദേശകാര്യ മന്ത്രാലയവും ISIലിനെതിരെ പോരാടുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. ഈ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ അമേരിക്കയെയും അന്താരാഷ്ട്ര സഖ്യത്തിലെ അംഗരാജ്യങ്ങളെയും ക്ഷണിക്കുന്നുവെന്നും പറഞ്ഞു. ISനെതിരെ പോരാടുന്നതിനും സിറിയൻ പ്രദേശത്ത് സുരക്ഷിത താവളങ്ങളില്ലെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ഉറച്ച പ്രതിബദ്ധത സിറിയൻ അറബ് റിപ്പബ്ലിക് ആവർത്തിക്കുന്നു. കൂടാതെ അത് ഭീഷണി ഉയർത്തുന്നിടത്തെല്ലാം അവർക്കെതിരെ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത് തുടരും. ശനിയാഴ്ച രാവിലെ എക്സിൽ പങ്കിട്ട പ്രസ്താവനയിൽ മന്ത്രാലയം പറഞ്ഞു, ISIS പോരാളികളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ആയുധം കേന്ദ്രങ്ങളെയും US സൈന്യം ലക്ഷ്യമിട്ടതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് നേരത്തെ പറഞ്ഞിരുന്നു. ആക്രമണത്തിന് ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന് പേരിട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.